മലപ്പുറം വളാഞ്ചേരിയിൽ ലഹരി ഉപയോഗിച്ച 10 പേർക്ക് HIV ബാധ. ഒരേ സിറിഞ്ച് ഉപയോഗിച്ച് ലഹരി കുത്തിവെച്ചവർക്കാണ് രോഗബാധ. ഇതിൽ 3 പേർ ഇതര സംസ്ഥാന തൊഴിലാളികളാണ്. ആരോഗ്യവകുപ്പും എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയും നടത്തിയ പരിശോധനയിലാണ് HIV സ്ഥിരീകരിച്ചത്. രാസലഹരി ഉപയോഗിക്കുന്നവരിൽ HIV ബാധ എന്ന കണ്ടെത്തൽ ഞെട്ടിപ്പിക്കുന്നതാണ്. വളാഞ്ചേരിയിൽ ആദ്യം HIV സ്ഥിരീകരിച്ചത് മലയാളിക്കാണ്. ഇതോടെ ഇയാളുടെ സംഘാംഗങ്ങളെ കൂടി പരിശോധിച്ചു. ഇങ്ങനെ 2 മാസത്തിനിടയിൽ നടന്ന പരിശോധനയിലാണ് 10 പേർക്ക് HIV ബാധ സ്ഥിരീകരിച്ചത്. ഒരേ സിറിഞ്ചോ അല്ലെങ്കിൽ വീണ്ടും ഉപയോഗിക്കുന്ന സിറിഞ്ചിലൂടെയോ ആണ് രോഗം പകരുന്നത് എന്ന് ആരോഗ്യവകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ജില്ലയിൽ തന്നെ മറ്റു സ്ഥലങ്ങളിലും ഉണ്ടാകാം. ഇപ്പോൾ വളാഞ്ചേരിയിലെ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളിൽ നമ്മൾ കണ്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ പോസിറ്റീവായുള്ള ഒരു HIV പേഷ്യൻ്റ് പോസിറ്റീവായിട്ടുള്ള ഒരാൾ ഉപയോഗിച്ച നീഡിലും മറ്റുള്ളിലും ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമുക്കിതിലെ ഏറ്റവും പേടിക്കേണ്ട ഒരു കാര്യം. 10 പേരും പ്രത്യേകം നിരീക്ഷണത്തിലാണ്. ജില്ലയിലെ മറ്റു ഭാഗങ്ങളിലും സിറിഞ്ച് പങ്കിടുന്നതിലൂടെ രോഗം ബാധിച്ചോ എന്നത് അന്വേഷിക്കണമെന്ന് DMO. എനിക്കിപ്പോൾ ഇവർ ആരൊക്കെയാണെന്നോ ഒന്നും എനിക്കറിയില്ല. ഈ 10 പേരെ ഇത് കിട്ടി, കാരണം അത് അത്രയും സീക്രട്ട് ആയിട്ടുള്ള വെക്കുന്ന ഒരു ഇൻഫർമേഷനാണ്. നമ്മളതിപ്പോൾ നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് നമ്മുടെ കെസാക്കിൻ്റെ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയിലേക്ക് നമ്മൾ ഷെയർ ചെയ്യും. അല്ലാതെ വേറെ ഒരിടത്തേക്കും നമ്മളുടെ ഇതിൽ നിന്ന് പോകില്ല. ഇപ്പോൾ എനിക്കും അറിയില്ല, അവരുടെ ആരും പേരും കാര്യങ്ങളൊന്നും അറിയില്ല. രോഗം ബാധിച്ചവർ ഒരേ സൂചി ഉപയോഗിച്ചതിനൊപ്പം ഉപയോഗിച്ച സൂചിയിൽ വിതരണക്കാർ വീണ്ടും ലഹരി നിറച്ച് ഉപയോഗിക്കാൻ നൽകുന്നതും രോഗം ബാധിക്കാൻ കാരണമായിട്ടുണ്ട്. DMOയുടെ നേതൃത്വത്തിൽ പ്രത്യേകം യോഗം ചേരും. ഇവർക്ക് എവിടെ നിന്നാണ് ലഹരി ലഭിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം വേണം. 24 മലപ്പുറം.